നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ ഞായറാഴ്ച പറഞ്ഞു നിർത്തിയത് പുന്നാപുരം കോട്ട എന്ന് പറഞ്ഞ സിനിമയിൽ വിജയശ്രീയുടെ എന്താ പറയുക, അവരുടെ പെർമിഷൻ ഇല്ലാതെ നഗ്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്തതിനെക്കുറിച്ചായിരുന്നു. അത് ലാബിൽ നിന്ന് കണ്ട ആൾ, ഡെവലപ്പ് ചെയ്ത ആൾ വിളിച്ച് വിജയശ്രീയോട് പറയുകയും വളരെ വൾഗാരിറ്റിയാണ് എന്ന് പറയുകയും അവരത് ഉദയ സ്റ്റുഡിയോയിൽ അറിയിക്കുകയും ആ രംഗങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റാം എന്ന് പറഞ്ഞിട്ട് അത് പടത്തിൽ ചേർത്ത് സെൻസറിങ്ങിന് കൊടുത്തപ്പോൾ 380 അടിയോളം എന്തോ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് നമ്മൾ കണ്ട ആ ഭീകരമായ കുളിസീൻ. അപ്പോൾ ആ 380 അടി കൂടെ വന്നിരുന്നെങ്കിൽ ഒരു ബ്ലൂ ഫിലിം പോലെ ഇരുന്നനെ. അപ്പോൾ അത് പറയാൻ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തുള്ളൊരു മഹാൻ സിനിമയുടെ എന്താ പറയുക, ഉദയ സ്റ്റുഡിയോയുടെ എല്ലാ കാര്യങ്ങളും കുഞ്ചാക്കയുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ഞാനാണെന്ന് വീമ്പടിക്കുന്ന, അല്ലെങ്കിൽ ജയൻ കോളക്കത്തിൽ ഹെലികോപ്റ്ററിൽ നിന്ന് വീണപ്പോൾ ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്, ഞാനല്ല, എൻ്റെ മടി കിടന്നല്ലേ അയാൾ അവസാന ശ്വാസം വലിച്ചെന്നൊക്കെ പുളുവടിക്കുന്ന ഒരു മനുഷ്യൻ, സൂം ലെൻസ് എന്തെന്ന് അറിയില്ല, സിനിമ എന്തെന്നറിയില്ല, വിടുവായുത്തനം പറയുന്നവനെന്നൊക്കെ എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ എപ്പിസോഡ് ചെയ്തത്. ഞാൻ ആ എപ്പിസോഡിൻ്റെ അവസാനം പറഞ്ഞു, ഇനി ഒരു എപ്പിസോഡ് കൂടിയേ വിജയശ്രീയെക്കുറിച്ച് ചെയ്യുള്ളൂ. അത് പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിലെ ആ ബലാത്സംഗ സീനിനെ കുറിച്ചാണ്. കാരണം ഈ മഹാൻ പറഞ്ഞത് വിടുവായുത്തനം മാത്രമല്ലേ പറയൂ. അയാൾ പറഞ്ഞത് ഈ പറയുന്ന പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമയുടെ പ്രശസ്തമായ ബലാത്സംഗ സീൻ എടുക്കുമ്പോൾ വിസിറ്റേഴ്സിനെ കയറ്റില്ലായിരുന്നു, ബാക്കി ഞങ്ങളെല്ലാം യഥേഷ്ടം അകത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തെന്നാണ് പുള്ളി പറഞ്ഞത്. അല്ല എന്നുള്ളത് തെളിയിക്കാനുള്ളതാണ് അടുത്തത്. ഇപ്പോൾ തെളിയിക്കാൻ പോയി നമ്മൾ വെട്ടിലാവണ ലക്ഷണം. കാരണം നമ്മളിൽ തെളിവെല്ലാം ഉണ്ടെങ്കിലും എന്തോ നമ്മുടെ എന്താ പറയുക, എതിർവശത്ത് വരുന്നവർ പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. അപ്പോൾ അങ്ങനെ കേസും വക്കാണവും വഴക്കും ഒക്കെ ആയിട്ട് ഫോണിലൂടെ ചീത്തവിളിയും ഒക്കെ ആയിട്ട് നല്ല സമയം എൻ്റെ. എന്തായാലും ഞാൻ അതിൽ പറഞ്ഞതുപോലെ ഈ പറയുന്ന പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമയിലെ വിജയശ്രീക്കുണ്ടായ തിക്ത അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വിജയശ്രീയെക്കുറിച്ച് എനിക്കധികം ഒന്നും പറയാനില്ല. ഈ 2 എപ്പിസോഡോടുകൂടി ഞായറാഴ്ച പോയതും ഇതും കൂടി ആകുമ്പോൾ വിജയശ്രീയെക്കുറിച്ച് പറയാനുള്ളത് ഒരുപാടായി. നമ്മൾ സത്യമായി പറയുള്ളന്നേ, നമ്മളിൽ ഒരു തെളിവില്ലാതെ വെറുതെ ഈ കാഴ്ചയില്ലാത്ത ആൾ ആനയെ കണ്ടതുപോലെ പറയുന്ന അല്ല. നമ്മൾ വ്യക്തമായി നമ്മുടെ കയ്യിൽ തെളിവുണ്ടെങ്കിലേ പറയൂ, അല്ലെങ്കിൽ പറയാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ അല്ല, സൈബർ കേസും ഗുണ്ടകളുടെ ഭീഷണിയൊക്കെ വരും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കാറ്. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ഉദയ സ്റ്റുഡിയോയുടെ ചിത്രത്തിലാണ് മലയാളം കണ്ട ഏറ്റവും മൃഗീയമായ ബലാത്സംഗ രംഗം വന്നത് എന്ന് ഞാൻ പറയും. ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മൃഗീയത ഈ പറയുന്ന സിനിമയിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ഒരുപാട് കഴിവുകളുള്ള വലിയ മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന് തളച്ചു കളഞ്ഞ ഒരു ബലാത്സംഗ വീരനായിട്ട് അദ്ദേഹം വിജയശ്രീയെ ബലാത്സംഗം ചെയ്യുന്ന, നിങ്ങൾ ആലോചിച്ചു, 19 വയസ്സേ ഉള്ളേ. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു വിജയശ്രീയുമായിട്ട് ആ സീൻ ചെയ്യാൻ. അക്കാലത്തെ A ക്ലാസ് ബലാത്സംഗ വീരൻ എന്നാണ് ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞിരുന്നത്. അദ്ദേഹമാണ് ഈ പറയുന്ന പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമയിൽ അവരെ ബലാത്സംഗം ചെയ്തത്. മേനുകൊഴുപ്പുള്ള ഒരു നായികയെ കിട്ടിയാൽ സംവിധായകൻ പറയുന്ന രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് എന്ന് വേണമെങ്കിൽ ഒരു ബോർഡ് വയ്ക്കാവുന്ന രീതിയിലായിരുന്നു ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയത്. അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേടെന്ന് പറയാം. അദ്ദേഹം അങ്ങനെ ബ്രാൻഡ് ചെയ്ത് പോകേണ്ട ഒരാളൊന്നുമല്ല, ഭംഗിയായിട്ട് ബലാത്സംഗം ചെയ്ത് കൊടുക്കപ്പെടും എന്ന് വേണമെങ്കിൽ ബോർഡ് വയ്ക്കാവുന്ന തരത്തിൽ അങ്ങനെ ആയിപ്പോയി. കാരണം ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്യാൻ എന്നായിപ്പോയി. ഇപ്പോൾ കൊല്ലം തുളസി എന്ന് പറഞ്ഞാൽ ഉടൻ നമ്മൾ പറയും ഒരു കച്ചറ രാഷ്ട്രീയ നേതാവായിട്ട് അല്ലെങ്കിൽ മന്ത്രിയായിട്ടൊക്കെ അഭിനയിക്കാനല്ലേ കൊല്ലം തുളസി ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയത്. അതിലൊരാളാണ് ഗോവിന്ദൻകുട്ടി. കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തും നാടകകൃത്തും നല്ല നടനുമായ എൻ ഗോവിന്ദൻകുട്ടി എന്ന പാവം മനുഷ്യൻ ബലാത്സംഗ വീരനായി ഒതുക്കപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് നല്ല നാടകങ്ങൾ, നല്ല ചെറുകഥകൾ, നല്ല നോവലുകൾ ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ബ്രാൻഡ് ചെയ്യപ്പെട്ടത് മലയാള സിനിമയിലെ ബലാത്സംഗ വീരൻ എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് തച്ചോളി അമ്പു, അതിൻ്റെ തിരക്കഥ സംഭാഷണം എഴുതിയത് ഗോവിന്ദൻകുട്ടിയാണെന്ന് ഈ ബലാത്സംഗ വീരനായി സംസാരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നവർ ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല.
അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ 70 ചിത്രമായ പടയോട്ടം, അതിൻ്റെയും തിരക്കഥാകൃത്ത് ഗോവിന്ദൻകുട്ടിയായിരുന്നു. പിന്നെ മാമാങ്കം, നാഗമഠത്ത് തമ്പുരാട്ടി, മഹാബലി, ഗുരുവായൂർ കേശവൻ ഭരതൻ്റെ, തച്ചോളി മരുമകൻ ചന്തു, ഉദയനൻ്റെ മകൻ, അരക്കള്ളൻ, മുക്കാക്കള്ളൻ, പുന്നാപുരം കോട്ട, തച്ചോളി മരുമകൻ ചന്തു തുടങ്ങി 33 സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥകൾ രചിച്ചു. ഉദയനൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരക്കഥയാണ്. 1970 ഈ സിനിമ പുറത്തു വന്നത്. 1983 ശശികുമാർ സാർ നസീർ സാറിനെ വെച്ച് ചെയ്ത മഹാബലി എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അവസാനമായി അദ്ദേഹം തിരക്കഥ എഴുതിയത്. 1961 പുറത്തു വന്ന ക്രിസ്തുമസ് രാത്രി എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നാടകരംഗത്ത് നിന്ന് പോയി, KPSC നിന്ന് പോയിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. 1992 പുറത്തു വന്ന ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, അനിൽ ബാബുവിൻ്റെ സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ. 123 സിനിമകളിൽ ഗോവിന്ദൻകുട്ടി സാർ അഭിനയിച്ചു. NN പിഷാരടിയുടെ ഉൾക്കിരീടം എന്ന ചിത്രത്തിലാണ് ഗോവിന്ദൻകുട്ടി ആദ്യമായിട്ട് ബലാത്സംഗത്തിന് തുടക്കം കുറിച്ചത്. ഉൾക്കിരീടം, നല്ല പേര്. അതും നമ്മുടെ മലയാളത്തിന് ആദ്യമായി ഉർവശി അവാർഡ് വാങ്ങിത്തന്ന ശാരദാമ്മയെ ബലാത്സംഗം ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അത് നല്ല രാശിയുള്ളതായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഒരുമാതിരിപ്പെട്ട സിനിമകളിലൊക്കെ ബലാത്സംഗമോ പീഡനമോ ഉള്ള വേഷമുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്ററായി മാറി ഗോവിന്ദൻകുട്ടി. 1967 ഫെബ്രുവരി 20 മുൾക്കിരീടത്തിൽ അഭിനയിക്കാനായി ഗോവിന്ദൻകുട്ടി KPSCയോട് യാത്ര പറഞ്ഞ് മദ്രാശിയിലെത്തി. പിറ്റേന്ന് രാവിലെ അരുണാചലം സ്റ്റുഡിയോയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. സത്യമാസ്റ്ററും PJ ആൻ്റണിയും ശാരദയും ഒന്നിച്ച് വന്നിറങ്ങി. സംവിധായകൻ പിഷാരടി ഗോവിന്ദൻകുട്ടിയെ ശാരദയ്ക്ക് പരിചയപ്പെടുത്താൻ ആരംഭിച്ചപ്പോൾ സത്യമാഷ് പറഞ്ഞു, ഡയറക്ടർ സാറേ, ഇവരെ പരിചയപ്പെടുത്തി സമയം കളയണ്ട, വേഗം വർക്ക് തുടങ്ങാം. ഗോവിന്ദൻകുട്ടിയെ ഞാൻ വേണ്ട വിധം ശാരദാമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തോളാം എന്ന് പറഞ്ഞ് NN പിഷാരടിയെ അവിടെ നിന്ന് ഒഴിവാക്കി. സത്യൻ ഗോവിന്ദൻകുട്ടിയുടെ നാടകവേഷങ്ങളടക്കം ശാരദാമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാരാണ് എന്നുള്ളത്, അതായത് നിന്നെ ബലാത്സംഗം ചെയ്യാൻ വന്നതാണെങ്കിലും ഇദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് നാടകരംഗത്ത് അദ്ദേഹം ചെയ്ത സംഭാവനകൾ, അദ്ദേഹം എഴുതിയത്, അദ്ദേഹം അഭിനയിച്ചത്, KPSCയിലേക്ക് വലിയ നടനായിരുന്നില്ലേ, അതെല്ലാം പറഞ്ഞു. നാം ഇന്നെടുക്കുന്നത് ഊമയായ ഒരു പാവം പെൺകുട്ടിയെ എസ്റ്റേറ്റ് ഉടമയുടെ പണക്കാരനായ പയ്യൻ ബലാത്സംഗം ചെയ്യുന്നതാണ് എന്ന് സംവിധായകൻ പറഞ്ഞുടൻ സത്യമാഷ് സാബാഷ് എന്നാണ് ആദ്യം പറഞ്ഞത്. മേക്കപ്പ് കഴിയുമ്പോൾ NN പിഷാരടി വിശദമായി തന്നെ ഇന്നെടുക്കുന്ന സീൻ വിശദീകരിച്ചു കൊടുത്തു. വന്നേ ഉള്ളൂ, അതിനിടയിൽ ബലാത്സംഗം തുടങ്ങാറായോ എന്നായി സത്യമാഷ്. എന്നിട്ട് ശാരദയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മാ ശാരദേ, ഈ വില്ലൻ നാടകത്തിലെ എല്ലാ പെൺകുട്ടികളെയും പിടിച്ച് പരിശീലിച്ച പിശാചാണ്, സൂക്ഷിച്ചോ. വെറുതെ തമാശ പറഞ്ഞതാണ്. റിഹേഴ്സൽ സമയത്ത് തന്നെ ഗോവിന്ദൻകുട്ടി ടേക്കിനോപ്പുറത്ത് കയറി അഭിനയിച്ചു. ആക്ഷൻ പറഞ്ഞ് റിഹേഴ്സലാണെന്ന് നോക്കിയില്ല, ഏറെയും അഭിനയിച്ചു ബലാത്സംഗം. ശാരദയെ പൊത്തിപ്പിടിച്ചിട്ടാണ് ബലാത്സംഗം ചെയ്യാനുള്ള തുടക്കം. അദ്ദേഹം വായ പൊത്തിപ്പിടിച്ചത് അല്പം കടുപ്പത്തിലായി. അങ്ങനെ ശ്വാസം കിട്ടാതാവുമ്പോൾ ശാരദാമ്മ ഒന്ന് ചെറുതായിട്ട് പിടഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടി കരുതിയത് ഉർവശി അവാർഡ് വാങ്ങിച്ച നടിയല്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു എന്നാണ് ഗോവിന്ദൻകുട്ടി കരുതിയത്. ശാരദയുടെ അഭിനയമാണെന്ന് വിചാരിച്ചിട്ട് ഗോവിന്ദൻകുട്ടി അല്പം കൂടി കടുപ്പത്തിൽ പിടുത്തം പിടിച്ചു, വായും മൂക്കും കൂടെ ചേർത്ത്. സംവിധായകൻ കട്ട് വിളിച്ചു പറഞ്ഞു, അത് കണ്ടുകൊണ്ട്, കാരണം അപകടത്തിലേക്ക് പോകണമെന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം കട്ട് പറഞ്ഞു. ഗോവിന്ദൻകുട്ടി ശാരദയുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് മുഴുവൻ ഉള്ളം കയ്യിലാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ പൊത്തിപ്പിടിച്ചതല്ലേ, വായും മൂക്കും ചുണ്ടും എല്ലാം കൂടി. അപ്പോൾ ലിപ്സ്റ്റിക്ക് മുഴുവൻ ഗോവിന്ദൻകുട്ടിയുടെ കയ്യിലായി. ശാരദ എണീറ്റിരുന്ന് ചിരിച്ചു. കാരണം ഇദ്ദേഹത്തിന് അഭിനയിക്കുമ്പോൾ ബലാത്സംഗം അഭിനയിക്കാൻ അറിയില്ല എന്ന് ശാരദയ്ക്ക് മനസ്സിലായി. അദ്ദേഹം റിയാലിറ്റിയിലേക്ക് പോവുകയാണോ എന്ന് തോന്നി. അതാണ് അവർ ചിരിച്ചത്. ആദ്യ ബലാത്സംഗം തന്നെ ഗോവിന്ദൻകുട്ടി മനോഹരമാക്കി. പിന്നെയും തുടരെ ബലാത്സംഗം നടത്തിയ ശേഷം ഉദയയുടെ പുന്നപ്ര വയലാറിൽ വീണ്ടും അഭിനയിക്കാൻ വരുമ്പോൾ അവിടെയും ശാരദയുണ്ട്. ആ ചിത്രത്തിലും ശാരദയെ ബലാത്സംഗം ചെയ്യണം. സീൻ കഴിഞ്ഞപ്പോൾ ശാരദ ഗോവിന്ദൻകുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു. നിങ്ങൾ നല്ല എക്സ്പേർട്ടായല്ലോ സാർ, നിങ്ങൾ
മുൾക്കിരീടത്തിൽ അഭിനയിച്ചപ്പം ബലാത്സംഗം ചെയ്ത പോലെ അല്ല കേട്ടോ. പുന്നപ്ര വയലാറിൽ നിങ്ങൾ നല്ല എക്സ്പെർട്ടായിരുന്നു. കാരണം വേദനിപ്പിക്കാതെ ബലാത്സംഗം ചെയ്യാൻ പഠിച്ചു ഗോവിന്ദൻകുട്ടി. എനിക്കൊരു ശല്യവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല സീൻ നന്നാവുകയും ചെയ്തു എന്ന് ശാരദ സർട്ടിഫിക്കറ്റ് കൊടുത്തു. 19 വയസ്സുള്ളപ്പോഴാണ് പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ ബലാത്സംഗ മത്സരത്തിൽ വിജയശ്രീ അഭിനയിക്കുന്നത്. 19 വയസ്സേ ഉള്ളൂ. 1953 ജനുവരി 8-ാം തീയതിയാണ് വിജയശ്രീ ജനിച്ചത്. 1974 മാർച്ച് 17-ന് മരിച്ചു. വെറും 21 വയസ്സിൽ മരിച്ചു. അല്ലെങ്കിൽ കൊന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, എന്തോ ആവട്ടെ. 1972 ഡിസംബർ 22-ന് ക്രിസ്മസ് സമ്മാനമായാണ് ഉദയ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിലെത്തിച്ചത്. എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വന്ന് കാണാനായിട്ട് നല്ല ബലാത്സംഗമൊക്കെ ഉള്ള സിനിമ റിലീസ് ചെയ്തു. പോസ്റ്റ്മാനെ കാണാനില്ലായിൽ ബലാത്സംഗം ചിത്രീകരിച്ചതിനെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോവളത്തുള്ള ബെഡായി വീരൻ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ചിത്രീകരിച്ചു എന്നാണ്. ജഡ്ജി ഏമാനും ഞാനും കൂടി കേസ് ജയിച്ചു എന്ന് ഗോസം പറഞ്ഞതുപോലെ. അപ്പോൾ മറ്റവൻ ആര് ഇതൊക്കെ പറയാൻ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ നേരിട്ടല്ലേ ബലാത്സംഗം ചെയ്തത്. ഈ തിരുവനന്തപുരത്ത് ഈ ചാനൽ നടത്തുന്ന മറ്റവനുണ്ടല്ലോ, എൻ്റെ പേര് പറയുന്നില്ല പുള്ളി, എന്താണ് കാര്യമെന്നറിയില്ല. അവനാര്? ഞാനുള്ളതും ഇല്ലാത്തതും ഒക്കെ മനസ്സിൽ തോന്നും പോലെ പറയുന്നു എന്നാണ് അവൻ പറയുന്നത്. അയാൾ പറയുന്നത് മന്ദബുദ്ധി. ഞാനുള്ളതും ഇല്ലാത്തതും ചേർത്ത് പറയുന്നു എന്നല്ല പറയുന്നത്. നിങ്ങൾ 100% കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ പുളു അടിക്കുന്നതാണ് എന്നാണ് എൻ്റെ പക്ഷം. മനസ്സിൽ തോന്നുന്നതൊന്നുമല്ല സർ ഞാൻ പറയുന്നത്. വ്യക്തമായ തെളിവുകൾ വച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ചേതന എന്ന ഹിന്ദി ഫിലിം കണ്ടിട്ട് ഷോട്ട് ഞങ്ങൾക്ക് മാർക്ക് ചെയ്ത് വച്ചിട്ടാണ് ബലാത്സംഗം പോസ്റ്റ്മാനെ കാണാനില്ലയിൽ ചിത്രീകരിച്ചത് എന്നാണ് ഈ ബെഡായി മാം പറയുന്നത്. ചേതന എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ കണ്ടിട്ട് അതിൽ ആ ഷോട്ട്, ഈ ഷോട്ട്, അങ്ങേ ഷോട്ട്, ലോങ് ഷോട്ട്, മിഡ് ഷോട്ട്, ക്ലോസപ്പ്, ചുമ്മാ 3 ക്യാമറ 3 ആംഗിളിൽ വെച്ചിട്ട് സ്ട്രൈറ്റായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു, ലൈവായിട്ട്, അല്ലാതെ കട്ടൊന്നും എൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ക്യാമറ ടൈറ്റ് ഫ്രെയിം പിടിക്കുകയാണെങ്കിൽ ഒരെണ്ണം വൈഡ് പിടിക്കും, ഒരെണ്ണം സൈഷൻ പിടിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഞങ്ങളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഞങ്ങൾ ആരൊക്കെ? പുള്ളിയും കുഞ്ചാക്കി ആലോചിച്ച് നോക്കിയേ. സംവിധായകനും ക്യാമറാമാനും എടുക്കുന്ന ഷോട്ടുകളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഡിസൈഡ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് അവിടെ നിന്ന് ഗോവിന്ദൻകുട്ടി നടന്ന് ഇവിടെ വരുമ്പോൾ ഫ്രെയിമിലേക്ക് വിജയശ്രീ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ സംവിധായകനും ക്യാമറാമാനും കൊണ്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില സംവിധായകരാണ്, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണ സാറിനെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഷോട്ടുകൾ അദ്ദേഹം ഡിവൈഡ് ചെയ്ത് കൃത്യമായിട്ട് വരച്ച് ഇങ്ങനെയാണ് എടുക്കാമെന്ന് പറഞ്ഞ് ക്യാമറാമാൻ്റെ കൈ കൊടുക്കും. പിന്നെ ലൈറ്റ് എപ്പോൾ പോയി അതിൽ ഒരു ഷോട്ട് പോലും മാറ്റിയെടുക്കാൻ സംവിധായകൻ സമ്മതിക്കാറില്ല. കുഞ്ചാക്കോ ബലാത്സംഗ സീൻ മാർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ മാർക്ക് ചെയ്തു എന്നാണ് ഈ മരവാഴി പോലുള്ള ഈ ബിടായി അടിക്കുന്ന മനുഷ്യൻ പറയുന്നത്. എന്നാൽ അവിടെ ഒരു ഷോട്ട് മാർക്ക് ചെയ്യലും ഉണ്ടായില്ല. 2 ദിവസം ക്യാമറ തുറന്നു വെച്ചിട്ട് 3 ക്യാമറ 2 ദിവസം തുറന്നു വെച്ചിട്ടാണ് ഈ ബലാത്സംഗം ഷൂട്ട് ചെയ്തത്. ബലാത്സംഗത്തിൻ്റെ ഷോട്ടുകൾ കുഞ്ചാക്കോയും ഈ വായുനോക്കിയും കൂടെ ചർച്ച ചെയ്യുമോ? നിങ്ങൾ ആലോചിക്കേ. ഗോവിന്ദൻകുട്ടി വിജയശ്രീയെ ബലാത്സംഗം ചെയ്യുന്നത് എങ്ങനെ എടുക്കാം എന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചിട്ട് നമുക്കിത് എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്ന് ഡിസ്കസ് ചെയ്യുമോ? വലിയ സംവിധായകരും പോട്ടെ, ചെറിയ സംവിധായകർ പോലും കൂടെ നടക്കുന്ന ക്ലാപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ ക്യാമറ തൂക്കാനോ ഒക്കെ നടക്കുന്ന ഒരാളിനോട് ഇതൊന്നും ഡിസ്കസ് ചെയ്തില്ല എന്ന് സിനിമയിൽ 35 വർഷത്തിലധികം പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഷോട്ട് എടുത്തെന്നാണ് പറയുന്നത്. വാഴമുട്ടത്ത് കോളത്തിനടുത്ത് വാഴമുട്ടം എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ വീട്ടിനടുത്തുള്ള മുറുക്കാൻകടയിലോ ബാർബർ ഷോപ്പിലോ ഇരുന്ന് ബെഡായി പറയും പോലെ ക്യാമറയുടെ മുന്നിൽ പറയാമോ എന്ന് ഇനിയെങ്കിലും ഈ ബെഡായി അമ്മാവൻ ആലോചിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയും. നമുക്ക് കടത്തിണ്ണ ഇരുന്ന് പലതും പറയാം. ജയനൻ്റെ മടി കിടന്നാണ് അവസാനം ശ്വാസം വലിച്ചത്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഉമ്മൻ തന്നു എന്നൊക്കെ വേണമെങ്കിൽ ചുമ്മാ അടിച്ചോ. പക്ഷേ ഒരു ക്യാമറയുടെ മുന്നിൽ പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടാവണം. ഇല്ലാതെ ചുമ്മാ ബെഡായി അടിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. ക്യാമറ കൊണ്ടുപോകുന്നവന് എടാ പൊട്ടാ നീ പുളി ഓടിക്കുകയാണോ എന്ന് ചോദിക്കാനും അറിയില്ല. അതാണ് പ്രശ്നം. അദ്ദേഹം ക്യാമറയും കൊണ്ട് പോകുന്നത് ആരെ പറയും പോലെ ഒരു മോശം പണി പോലെയാണ് അദ്ദേഹം പറയുന്നത്, ക്യാമറ അസിസ്റ്റൻ്റായിട്ട് പോകുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. ഞാനതിനെയൊക്കെ ബഹുമാനത്തോടെ കാണുന്നത്. അതുപോലെ അദ്ദേഹം ഈ പ്രോഗ്രാം കാണുന്നവരെ പറ്റിക്കുകയാണെന്നേ എനിക്ക് പറയാനൊക്കെ. ഒരു ചാനലിൽ ചെന്നിരുന്ന് ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ദിനേശ് എന്ന് പറഞ്ഞവൻ എൻ്റെ പേര് പറയാതെ ആ മന്ദബുദ്ധി എന്നെപ്പറ്റി കള്ളം പറയുകയാണ്, ഞാൻ കുഞ്ചാക്കിയും കൂടെ അല്ലേ ഷോട്ട് എടുത്തതെന്ന് പറയുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയശ്രീയുടെ അമ്മയെപ്പോലും
ഫ്ലോറിൽ നിന്ന് പുറത്താക്കി ഷൂട്ട് ചെയ്തപ്പോൾ കുഞ്ചക്ക മുതലാളി ഈ വായി നോക്കിയും കൂട്ടിയാണ് 3 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം മകളുടെ ബലാത്സംഗമാണ് എടുക്കുന്നത്. സഭ്യതയുടെ അതിർവരമ്പ് തെറ്റുന്നോ എന്ന് നോക്കാൻ വേണമെങ്കിൽ അമ്മയ്ക്ക് അവിടെ നിൽക്കണമെന്ന് വാശി പിടിക്കാം. പക്ഷേ കുഞ്ചക്കയുടെ മുന്നിൽ വാശി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം അവരെപ്പോലും ഫ്ലോറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഈ മഹാൻ, വാഴമുട്ട മഹാൻ പറയുന്നത്, ഞങ്ങൾ ഷോട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് ചർച്ച ചെയ്ത് ഞങ്ങളെല്ലാം കൂടെ നിന്നാണ് എടുത്തതെന്നാണ് പുള്ളി പറയുന്നത്. 100% അത് കള്ളമാണ്. ഞാനിത് വെറുതെ പറയുകയല്ല, ഗൗതംകുട്ടിയുടെ ആത്മകഥയിലുള്ളത് വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പൊടിപ്പും തൊങ്ങലും പറഞ്ഞ് പെരുപ്പിച്ച് ഓഡിയൻസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടി, കാശ് സമ്പാദിക്കാൻ വേണ്ടി, അതുകൊണ്ട് ഉപജീവനം നടത്താൻ വേണ്ടി കള്ളം പറയുന്നവനാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് എന്തൊക്കെയാണ് പുള്ളി പറയുന്നതെന്ന്. പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഇത്തിരി കളർഫുള്ളായിട്ടൊക്കെ നുണകളും കള്ളങ്ങളും പറഞ്ഞിട്ട് ഓഡിയൻസിൻ്റെ എണ്ണം കൂട്ടുക. എനിക്കൊരു ഓഡിയൻസിൻ്റെ എണ്ണം കൂട്ടേണ്ട മിസ്റ്റർ. ഞാൻ ഒരു ഇഷ്യൂ പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1,70,000 ആയി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അത് 71,000. ഇപ്പോൾ 1,75,000 ആയി. ആഴ്ച തോറും 1000 പേര്. ഞാൻ ആരോടെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റേ ബെല്ലി പിടിച്ച് തൂങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണം, ഇത് കൊള്ളാം, ഇയാൾ പറയുന്നത് സത്യമാണ്, സിനിമയിൽ ഉറങ്ങിക്കിടന്ന സത്യങ്ങളെയാണ് അയാൾ ഉണർത്തിയെടുത്ത് പറയുന്നത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പ്രോഗ്രാം കണ്ടാൽ മതി എന്നേ. പക്ഷേ ഇയാൾ പറയുന്നത് പെരുപ്പിച്ച് കാട്ടി, എല്ലാ കാര്യങ്ങളും പെരുപ്പിച്ച് കാട്ടി ഓഡിയൻസിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയും കാശ് സമ്പാദിക്കാൻ വേണ്ടിയും അതുകൊണ്ട് ഉപജീവനം നടത്താനുമാണ് ഞാൻ ഈ കള്ളങ്ങൾ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനാണോ കള്ളം പറയുന്നത്, ഈ പറയുന്ന ബഡായി ചേട്ടനാണോ കള്ളം പറയുന്നത്, ഓഡിയൻസ് തീരുമാനിച്ചോളൂ. ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ തന്നെ ഞായറാഴ്ച കാണിച്ചതിൽ വിജയശ്രീ നാനയ്ക്ക് അയച്ച കത്ത് നിങ്ങളെല്ലാം കണ്ടല്ലോ. അതിൽ സൂം ലെൻസ് ഉപയോഗിച്ച് എന്നെ ചതിച്ചു എന്ന് അത് കൃത്യമായിട്ട് വിജയശ്രീ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾ പറയാം വിജയശ്രീക്ക് ഏത് സൂം അറിയാം, ഞാനല്ലേ സൂം കണ്ടുപിടിച്ചതെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. ജാംബവാൻ്റെ കാലത്ത് ഒറിജിനൽ ടാക്കി ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒറിജിനൽ ആയിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ശബ്ദവും റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ക്ലാപ്പിൽ സീൻ നമ്പർ, ഷോട്ട് നമ്പർ, ഡേ ഓർ നൈറ്റ്, എഫക്റ്റ് എന്നിവ എഴുതും. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ ഡേ ഓർ നൈറ്റ് ഒക്കെ എഴുതും. ക്ലാപ്പ് ബോർഡ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുമ്പോൾ സംവിധായകൻ സൈലൻസ് പറയും, ലൈറ്റ്സ് പറയും. അപ്പോൾ ക്യാമറ ഓണാകില്ല, സൗണ്ട് ഓണാകും അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊക്കെ സത്യമാണ്, തീർച്ചയായിട്ടും സത്യമാണ്. 20ാമത്തെ സീനിലാണ് എങ്കിൽ 20ാമത്തെ സീനാണ് ഇന്ന് എടുക്കുന്നതെന്ന് വെച്ചോളൂ. സീൻ നമ്പർ 20. അപ്പോൾ ഷോട്ട് നമ്പർ ചിലപ്പോൾ 12ാമത്തെ ഷോട്ടായിരിക്കും എടുക്കുന്നത്. ഷോട്ട് നമ്പർ 12 ടേക്ക് 1 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലാപ്പ് അടിക്കും. ആ ശബ്ദം വെച്ചാണ് സിങ്ക് ചെയ്യുന്ന എഡിറ്റിങ്ങിൽ. പുള്ളിയുടെ വിചാരം പുള്ളി അടിക്കണേയൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ അടിക്കുന്നത് എന്തിനാണെന്നൊക്കെ എഡിറ്റിങ്ങിന് പോയിട്ടുള്ളതൊക്കെ അറിയാം. കാരണം ഞാൻ ഒരുപാട് മുരളിയണ്ണൻ്റെയും ശങ്കുണ്ണിയേട്ടൻ്റെയൊക്കെ എഡിറ്റിംഗ് റൂമിൽ ഒരുപാട് ക്ലാപ്പ് അടിക്കുകയും അത് എഡിറ്റ് ചെയ്യുന്നിടത്ത് പോയി നിന്ന് പഠിക്കുകയും ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇതെന്തിനാണ് ക്ലാപ്പിൽ നമ്പർ പറഞ്ഞ ശേഷം അടിക്കുന്നത്. ഈ മഹാൻ അതറിയില്ല എന്ന് തോന്നുന്നു. എന്താണ് എന്തായാലും ഞാനത് വെല്ലുവിളിക്കുകയൊന്നുമല്ല. നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇതെല്ലാം അറിയാം, ഞാൻ ആ ഉദയയിൽ മൊത്തം കിടന്ന് എൻ്റെ ജീവിതം 40 വർഷം ഞാൻ അവിടെയല്ലേ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വിളിച്ചു പറയൽ ടേപ്പിൽ പതിയും. അപ്പോൾ ഫിലിം ഓടും. ലൈറ്റ്സ് സ്റ്റാർട്ട്, ക്യാമറ ആക്ഷൻ എന്ന് പറയണം അത്രേ. ഇത് പറയാൻ കാര്യം പുള്ളി പറയുന്നത് ആ മന്ദബുദ്ധി ചാനലിട്ടിരിക്കുന്ന പേര് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പോരാ. എന്തൊരു വിവരദോഷിയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു ചാനലിന് ക്യാമറ എന്നിട്ടാൽ, എൻ്റെ ഇപ്പോൾ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ വിട്ടിട്ട് ഞാൻ ക്യാമറ എന്ന് പറഞ്ഞ് യൂട്യൂബ് തുടങ്ങി എന്ത് ചെയ്യും? അപ്പോൾ ഇദ്ദേഹം കേൾക്കും ലൈറ്റ് വേണ്ടേന്നില്ലേ. അപ്പോൾ ലൈറ്റ് വേണമെങ്കിൽ ജനറേറ്റർ വേണ്ടേ, ജനറേറ്റർ വേണമെങ്കിൽ യൂണിറ്റിൻ്റെ ബസ് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത് ഒരു എന്താണ് ഈ മനുഷ്യൻ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ലൈറ്റ്സ് എന്നിട്ടാൽ ഇദ്ദേഹം കേസ് പറയുമോ? അദ്ദേഹം പറഞ്ഞത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ഇട്ടത് തെറ്റാണ്. മറ്റേ സൈലൻസൊക്കെ അടക്കം, ക്ലാപ്പ് അടക്കം എല്ലാം വേണമെന്നാണ് പുള്ളി പറഞ്ഞത് ഒരു ചാനലിന് പേരിടാൻ. ചുമ്മാതല്ല കേട്ടോ, പുള്ളിക്കൊന്നും സിനിമയിലാകാൻ പറ്റാതെ പോയത്. ഒരു ചാനലിന് ഈ മഹാൻ പറയുന്നത് പോലെ പേരിടണമെങ്കിൽ സൈലൻസ്, സൗണ്ട്, സ്റ്റാർട്ട്, ക്ലാപ്പ്, ക്യാമറ ഓൺ, ആക്ഷൻ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ചാനലിന് പേരിടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അയാൾ എൻ്റെ നിന്ന് കണ്ടുപിടിച്ച ഒരു ഏക കുറ്റം അതാണ്. അത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നിട്ട് കളഞ്ഞു. അത്ര വിവരമേ ഈ മന്ദബുദ്ധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ആരെങ്കിലും പൊക്കിവിടാൻ ഒരു ക്യാമറയുമായി വന്നാൽ
ദയവ് ചെയ്ത് ഇത്രയൊക്കെ പ്രായമൊക്കെ ആയില്ലേ, എത്ര ഡൈയിൽ കുളിച്ച് നടന്നാലും അല്ലെങ്കിൽ നസീർ സാറിൻ്റെ പൊടിമീശ വെച്ചാലും ഇത്രയൊക്കെ പ്രായമായ സ്ഥിതിക്ക് വീട്ടിലിരിക്കുന്നവർക്കെങ്കിലും നാണക്കേട് വരാതിരിക്കാൻ, ഇത്തരം മണ്ടത്തരങ്ങൾ പറയാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ക്യാമറയും ലെൻസും ഒക്കെ തുടയ്ക്കണം. പക്ഷേ പുള്ളി പറയുന്നത് ആ ക്യാമറയുടെ ലെൻസോ ഒക്കെ തുടയ്ക്കുന്നത് വളരെ മോശം പണി, അത് തൂപ്പ് ജോലിയേക്കാൾ മോശമെന്നാണ് അദ്ദേഹം പറയുന്ന വർത്തമാനം കേട്ടാൽ തോന്നുന്നു. അതിലെന്തിനാണ് അദ്ദേഹത്തിൻ്റെ നാണക്കേടെന്നും എനിക്കറിയില്ല. ഞാൻ ക്ലാപ്പടിച്ചാണ് എന്തായാലും തുടങ്ങിയത്. ഇല്ലിക്കാടും ജല്ലിക്കാറ്റും എന്ന് പറഞ്ഞ് പുറത്ത് വരാത്ത സിനിമയ്ക്കാണ് ആദ്യം എൻ്റെ ക്ലാപ്പടിച്ചത്. ഞാൻ ക്ലാപ്പടിച്ച ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നത് ഊഴം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പുറപ്പാടിൽ വർക്ക് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ മൂക്കിൽ ക്ലാപ്പടിച്ചവനാണ് ഞാൻ, മൂക്കിൽ കൊണ്ട് അടിച്ചപ്പോൾ. കാരണം ഞങ്ങൾ തമ്മിൽ അന്ന് അത്ര നല്ല സുഖത്തിലല്ലായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോകുമ്പോൾ ഞാനൊന്ന് പതറുമായിരുന്നു. ഞാൻ മൂക്കിൽ വെച്ച് അടിച്ചു കൊടുത്തു. അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയത്. കാരണം അതിൽ എഴുതിയ ചോക്കിൻ്റെ പൊടി മുഴുവൻ മമ്മൂക്കയുടെ മുഖത്തൊക്കെ ആയി. ക്ലാപ്പടിച്ച് പഠിച്ചിട്ട് വരണ്ടടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ശകാരിച്ചു. ഞാനതൊരു തമാശയായിട്ട് എടുത്തുള്ളൂ, കാരണം തെറ്റെൻ്റെ ഭാഗത്തല്ലേ. അപ്പോൾ അങ്ങനെ ക്ലാപ്പടിച്ച് പഠിച്ചിട്ടുള്ള എന്നോടാണ് പണ്ടുള്ളവർ പറയും കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിക്കരുതെന്ന്. ഈ പുളുവമാവൻ കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിക്കുന്ന ജനിസിൽപ്പെട്ട ആളാണെന്ന് പറയാം. പിന്നെ പുന്നാപുരം കോട്ടയും പോസ്റ്റ്മാനെ കാണാനില്ലായും എടുക്കുമ്പോൾ എനിക്ക് വരാനാകാത്തത് ഇനി എന്നെ വീണ്ടും വീണ്ടും ഈ പുളുവിൻ്റെ പറയരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നത് നീ എന്താ ആ കാലത്ത് വരാത്തത്? എടാ അതിന് ഞാൻ ജനിക്കണ്ടേ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാനുള്ള പ്രായമാവണ്ടേ? പുന്നാപുരം കോട്ട എടുക്കുമ്പോൾ നമ്മൾ കൊച്ചല്ലേ. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് പോസ്റ്റ്മാനെ കാണാനില്ലേയും പുന്നാപുരം കോട്ടയൊക്കെ എടുക്കുമ്പോൾ നീ എന്താ വരാത്തതെന്നാണ്, സംവിധാന സഹായിയായിട്ട്. എനിക്ക് പ്രായമായില്ല ചേട്ടാ, അതാണ് വരാത്തത്. തിരുവനന്തപുരത്ത് ഈ സാറ്, ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്ന് എനിക്കുണ്ടാ, കുറേ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പഠിപ്പിച്ചിറങ്ങിയ 18 പേർ വിവിധ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് എന്തായി 18 പേരുടെ ജാതകം എന്തായി എന്ന് അദ്ദേഹം പറയുന്നില്ല. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു ആ പിള്ളേരുടെ കാര്യം സോഹ എന്നായിരിക്കുമെന്ന്. പൊടിപ്പും തെങ്ങലും ഉണ്ടാക്കി, ചെറിയ സംഭവങ്ങളെ വലുതാക്കി, അതിശയോക്തി കലർത്തി കാശുണ്ടാക്കുക, വേറെ പണിയൊന്നും എനിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കഥയിൽ, ഒരൊറ്റ കഥയിൽ, ഈ കോവളത്തെ പുളുവനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ പൊന്നു ചേട്ടാ, ഇതുവരെ പറഞ്ഞ കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ താങ്കൾ എന്നെ ഫോൺ ചെയ്ത് പറയൂ. ഞാൻ എന്താ പറയുക, മഹാപ്രഭുവായ താങ്കളോട് ഞാൻ ക്ഷമ പറയാം. ഒരു പൊടിപ്പും തെങ്ങലും വെച്ച് ഇല്ലാത്ത കഥ പറഞ്ഞതായിട്ട് പറഞ്ഞു തരൂ. നസീർ സാറിൻ്റെ മനസാക്ഷിയാണത്ര ഇദ്ദേഹം. ഈ പുളുവടിക്കുന്ന തിണ്ണയിൽ നിന്ന് പുളുവടിക്കുമ്പോൾ പറയുന്നതാണ്. നസീറും ഞാൻ കൂടെ ചിറയൻകീഴ് പോയപ്പോൾ വഴിയിൽ നിന്ന് ഞണ്ട് വാങ്ങിച്ചു, കൊഞ്ച് വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല, അത് പോട്ടെ. വാസു സ്റ്റുഡിയോയിൽ വെച്ച് 4 മാസം മുമ്പ് കണ്ടപ്പോൾ, മരിക്കുന്നതിന് 4 മാസം മുമ്പ് കണ്ടപ്പോൾ വിജയശ്രീ മരിക്കാൻ പോവുകയാണെന്നൊരു സൂചന പോലും എനിക്ക് നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആത്മഹത്യ ഒന്നാമത്തെ പ്രശ്നം, ആത്മഹത്യ എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് എടുക്കുന്ന തീരുമാനമാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാലൊന്നും ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ ചില പർട്ടിക്കുലർ സ്ഥലത്ത് തോന്നും ഇനി എന്തിന് ജീവിക്കണം. ആ സമയത്താണ് കയറി തൂങ്ങുകയോ വിഷം കഴിക്കുകയോ ട്രെയിനിന് മുമ്പ് ചാടുകയൊക്കെ ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് 3-4 മാസം മുമ്പ് മദ്രാസിൽ വെച്ച് കണ്ടപ്പോൾ, വാസു സ്റ്റുഡിയോ വെച്ച് കണ്ടപ്പോൾ വിജയശ്രീ മരിക്കാൻ പോവുകയാണെന്നൊരു സൂചന പോലും തന്നില്ല. ഇയാളെ വിളിച്ചിട്ട് ആ ചേട്ടാ പുളുവ ഞാൻ മരിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും മറുപടി? ഇങ്ങനെയാണോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്? ഉദയ എന്തു പറഞ്ഞാലും വിജയശ്രീ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അവരെന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അത് ആ നാനയുടെ കത്തിൽ അവർ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്തപ്പോഴാണ് അവരവിടം വിട്ടത്. 6 പടം വർക്ക് ചെയ്ത ഞാനാണോ പറയുന്നത് സത്യം? കുളിസീൻ എടുക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ പറയുന്ന അല്ലേ സത്യം? സിനിമയിൽ വരാത്തവൻ പറയുന്നതാണോ സത്യം എന്നൊക്കെ പറഞ്ഞ് കുറേ സത്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കം ഉദയായുമായി വിജയശ്രീക്ക് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് സൗന്ദര്യപ്പിണക്കം? സംബന്ധാലോചനയിലെ അതൊന്നുമല്ല, വലിയ പടക്കം തന്നെ ഉണ്ടായിരുന്നു. കാരണം അവരഭിനയിക്കുന്ന സിനിമയുടെ മേജർ പോർഷൻ അവരോട് ചോദിക്കാതെ പ്രതിഫലം എടുത്ത് എക്സൽ ഗ്ലാസ് കമ്പനിയിലെ ഷെയറിലിടുക, അവരോട് ആവശ്യത്തിലധികം ശരീരം എക്സ്പോസ് ചെയ്യാൻ പറയുക. ഇതൊക്കെയാണോ ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കം? നാനയിലെന്തോ എഴുതി കൊടുത്തു വിജയശ്രീ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല, കാരണം ഞാനത് വായിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞായറാഴ്ച വന്ന പ്രോഗ്രാം അദ്ദേഹം വായിച്ചു നോക്കട്ടെ. അതിൽ കൃത്യമായിട്ട് നാനയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ലെറ്റർ. വർഷം ഇത്രയും ആയില്ലേ, അന്വേഷിക്കാമായിരുന്നു നാനയിൽ എന്താണ് വിജയശ്രീ എഴുതി കൊടുത്തതെന്ന്. അതെങ്കിലും ഇദ്ദേഹം ചെയ്യണ്ടേ?
അവരോട് തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാനൊക്കെ അവരൊരു കത്ത് കൊടുത്തതാണല്ലോ കേസായത്. അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കണം എന്നുള്ളൊരു ചിന്തയെങ്കിലും അദ്ദേഹത്തിന് വന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് ജയചന്ദ്രൻ വേണു വേണുജി എന്നൊക്കെ ടൈറ്റിൽ എഴുതും. സ്ഥിരമായിട്ടൊരു പേരില്ല. ചിലതിൽ ജയചന്ദ്രൻ, ചിലതിൽ വേണു, ചിലതിൽ വേണുജി എന്നൊക്കെയാണ് എഴുതുന്നതാണ് കക്ഷി പറയുന്നത്. ഈ നമ്മുടെ ജഗദീഷ് കുമാർ നന്ദൻ ചെയ്ത കുമ്പിടിയെ പോലെ ഇവിടെ ജയചന്ദ്രൻ, ഇവിടെ വേണു, ഇവിടെ വേണുജി, ഇങ്ങനെ ഒരേ സമയം തന്നെ പലയിടത്തും പല രീതി കുമ്പിടിയെ പോലെ കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിടുവായിത്വം പറയുന്നവൻ, കള്ളം പറഞ്ഞും വെല്ലുവിളിച്ചും ജീവിക്കുന്നവൻ എന്നാണ് എന്നെപ്പറ്റി പറയുന്നത്. ഞാൻ വിടുവായിത്വം ഒന്നും പറയാറില്ല, ഉള്ളത് പറയും. വെല്ലുവിളിക്കേണ്ടി വരുന്നിടത്ത് തീർച്ചയായിട്ടും വെല്ലുവിളിക്കും. കാരണം നട്ടല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് വെല്ലുവിളിക്കേണ്ടി വരുന്നിടത്ത് വെല്ലുവിളിക്കുക. ഇപ്പോൾ താങ്കളെ ഞാൻ വെല്ലുവിളിച്ചല്ലോ, ഞാനിൽ ഈ കത്ത് വന്നല്ലോ. ഏതാണ്ട് 40 വർഷം മുമ്പ് ഞാനയിൽ വന്ന കത്താണ് പുളുവ ഇപ്പോൾ ഈ ഞായറാഴ്ചത്തെ പ്രോഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. ഒന്ന് വായിച്ച് നോക്ക്. അപ്പോൾ 40 വർഷം മുമ്പുള്ള ആ കത്ത് എൻ്റെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. ഇതില്ലാതെ ഒരിടത്തും ഞാനൊരു കഥയും പറയില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അദ്ദേഹം പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾ അറിയിച്ചു നോക്കൂ. എന്നെ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന ചാനലായി മാറിയ സാറാണ് ഞങ്ങളുടെ ചാനലിന് ജീവൻ നൽകിയെന്ന് പലവട്ടം എന്നോട് പറഞ്ഞ ഞാൻ വളരെ സ്നേഹത്തോടെ കണ്ട ഒരാളുടെ ചാനലിൽ ചെന്നിരുന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, സാറേ അതൊന്ന് അയാൾക്ക് സാറിനെ കുറേ തെറി വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഷൂട്ട് ചെയ്തോട്ടെ സാറേ എന്ന് ചോദിച്ചു. പിന്നെന്ത്, എന്നെ തെറി വിളിക്കുന്ന ആരെയൊക്കെ കിട്ടുമോ അവരെയൊക്കെ വെച്ച് ചെയ്തോ, കാരണം നിൻ്റെ ചാനൽ രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. അല്ല അത് കൊടുക്കരുത്, അയാളുടെ ഇൻ്റർവ്യൂ കൊടുക്കരുത് ഞാൻ പറയില്ല. എത്ര ഇൻ്റർവ്യൂ കൊടുത്താലും ദിനേശന് ഒരു പ്രശ്നവുമില്ല. കാരണം സത്യസന്ധമായി സംസാരിക്കുന്നതുകൊണ്ട്, തെളിവുകളുടെ ബലത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കെന്ത് പേടിക്കാതിരിക്കുന്നു. എന്ത് വേണമെങ്കിലും പുളും അടിക്കട്ടെ. വിശുദ്ധ ബലാത്സംഗങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു. 139 പേജിൽ, അതായത് എൻ ഗോവിന്ദൻകുട്ടി എഴുതിയ മലയാള സിനിമ അകവും പൊരുളും എൻ്റെ യാത്രയിൽ എന്ന് പറഞ്ഞ് 200 പേജിൽ 250 രൂപ വിലയിൽ ഇറങ്ങിയൊരു പുസ്തകമുണ്ട്. ഞാൻ തുറന്ന് പറഞ്ഞു തരികയാണ്. മലയാള സിനിമ അകവും പൊരുളും എൻ്റെ യാത്രയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ 139 പേജ് എടുത്ത് ഈ പറയുന്ന പുളുവൻ മാമൻ വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബലാത്സംഗങ്ങളുടെ ജൈത്രയാത്ര തുടരുന്നു എന്നാണ് ഹെഡിങ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, സ്റ്റുഡിയോ ഫ്ലോറിൽ പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൻ്റെ സെറ്റിട്ടിരിക്കുന്നു. വിശാലമായൊരു മുറി, ചിത്രത്തിലെ നായികയുടെ കിടപ്പ് മുറിയാണ് സെറ്റിട്ടിരിക്കുന്നത്. വില്ലനായ ഞാൻ അവിടെ കടന്നു ചെല്ലണം, വാതിലടയ്ക്കണം, പെണ്ണിനെ പഞ്ചസാര വാക്കുകളാലും മറ്റും പ്രലോഭിപ്പിച്ച് നോക്കണം. മാമൂൽ പരിപാടികളൊന്നും അവിടെ പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ വിജയശ്രീയാണ് നായിക. ബാക്കി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നില്ല. ഫ്ലോറിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാവരെയും അകറ്റി, ആവശ്യമില്ലാത്ത എല്ലാവരെയും സെറ്റിൽ നിന്ന് മാറ്റി. അതായത് സംവിധായകനും 3 ക്യാമറമാന്മാരും അത് ഫോക്കസ് ചെയ്യാനുള്ള ആൾ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. വിജയശ്രീയുടെ അമ്മയെപ്പോലും പുറത്തേക്ക് പറഞ്ഞു വിട്ടു. ഫ്ലോറിൻ്റെ 2 വാതിലുകളിലും ആളുകളെ, ഈ സെക്യൂരിറ്റിക്കാരെ കാവൽ നിർത്തി. 3 ക്യാമറകൾ വിവിധ കോണുകളിലായി വച്ചു. വിജയശ്രീ എന്നോട് സ്വകാര്യമായി പറഞ്ഞു, എന്തോ ഉള്ളിലൊരു പടപടപ്പ്. പാവം, സത്യം 19 വയസ്സല്ലേ ഉള്ളൂന്നേ. കോവന്നൻകുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കുന്ന ഒരു വില്ലനും കൂടിയല്ലേ. അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഉള്ളിലൊരു പിടപെടപ്പ്. ഞാൻ വെറുതെ പറഞ്ഞു, എന്തുകൊണ്ടോ എനിക്കും നെഞ്ചിടിപ്പ് കൂടിയിട്ടുണ്ട് എന്ന് ചുമ്മാ ഗോവിന്ദൻകുട്ടി ഒന്ന് ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. എങ്ങനെ ആരംഭിക്കണമെന്നും എങ്ങനെയൊക്കെ വേണമെന്നും ഗോവിന്ദൻകുട്ടി സംവിധായകനോട് ചോദിച്ചു, കുഞ്ചാക്കോട് ചോദിച്ചു. ഗോവിന്ദനോട് ഇക്കാര്യത്തിൽ ഞാൻ എന്തു പറയാൻ എന്നായിരുന്നു മറുപടി സംവിധായകൻ. മറ്റേ പുളുവും പറയുന്നത് എല്ലാം ഷോട്ട് മാർക്ക് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ആ ഷോട്ട് ഇങ്ങനെ, ഈ ഷോട്ട് ഇങ്ങനെ, അവിടെ പിടിക്കുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ വെച്ചു എന്നാണ് പറയണത്. കുഞ്ചാക്കോ ഗോവിന്ദൻകുട്ടിയോട് പറയാണ്, ഗോവിന്ദനോട് ഇക്കാര്യത്തിൽ ഞാൻ എന്ത് പറയാൻ, ഇത് സിനിമയാണെന്ന് ഓർമ്മ വേണം, അവൾക്ക് ഒരപകടവും പറ്റരുത്, നിനക്ക് വല്ലതും സ്വയം വരുത്തി വയ്ക്കണമെങ്കിൽ ആയിക്കോ, എന്നാൽ ജീവിതത്തിൽ ഒരു കാട്ടാളൻ ഒരു കന്യകയെ അവളുടെ ഇഷ്ടത്തിന് വിപരീതമായി കായിക ബലം കൊണ്ട് പ്രാപിക്കുവാൻ യത്നിക്കുന്നതായി കാണിക്കുക. അങ്ങനെ വേണം, അങ്ങനെ തോന്നിക്കണം. ഒരു എന്താ പറയുക, കായിക ബലം കാണിച്ച് ഒരു കന്യകയെ വരുതിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ നീ കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഉള്ള പരിചയം വെച്ച് തുടങ്ങിക്കോ എന്നും കുഞ്ചാക്കോ പറഞ്ഞു. കട്ടെന്ന് ഞാൻ ഉറക്കെ വിളിച്ച് പറയും, കാട്ട്
എന്ന് ഞാൻ പറയുമ്പോൾ മാത്രമേ നിർത്താവൂ. അതുവരെയും ബലാത്സംഗം തുടരണം, പിടിയും വലിയും തുടരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കേൾക്കുമ്പോൾ നിർത്തിയാൽ മതി. ഏത് ഈ ബലാത്സംഗ കലാപരിപാടി ഞാൻ കട്ടെന്ന് ഉച്ചത്തിൽ വിളിച്ച് പറയാം, അപ്പോഴേ നിർത്താവൂ. ഞാനും വിജയശ്രീയും ചില ധാരണകളിലെത്തി. എപ്പോൾ എങ്ങനെ പിടിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. രാവിലെ 9:30 മണിയോടെ രംഗത്തിന് ഞങ്ങൾ തയ്യാറായി. റിഹേഴ്സലില്ല, എല്ലാം ലൈവാണ്, ടേക്കാണ്. സ്റ്റാർട്ട് എന്ന് കേട്ടു. ഞാൻ അകത്ത് കടന്നു. കാര്യമാത്ര പ്രാധാന്യമുള്ള സംഭാഷണ ശകലങ്ങൾ മാത്രം. മെരുക്കാനുള്ള ശ്രമങ്ങൾ, ചേർത്ത് നിൽക്കാനുള്ള ശ്രമം വിജയശ്രീ നടത്തുന്നു. പിടുത്തമായി. പറഞ്ഞു വച്ചിരുന്നതൊക്കെ രണ്ടുപേരും മറന്നു. അവിടെ പഠിക്കുമ്പോൾ ഇങ്ങനെയും അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, അവിടുന്ന് ഞാൻ അടുത്ത് കട്ടിലിടും എന്നൊക്കെ പറഞ്ഞു. എല്ലാം തെറ്റി. ധാരണകൾ പലതും മറികടന്നു. എന്നിട്ടും ഞങ്ങൾ രംഗം മുറിയാതെ, അതിൻ്റെ വികാര വായ്പിന് വിഘ്നം വരുത്താതെ ബലാത്സംഗം, പിടിവലി തുടർന്നു. അടങ്ങൂ എന്ന വാശിയും മരിച്ചാലും എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടുത്തുകയില്ല എന്ന ചെറുത്തുനിൽപ്പും മത്സരിക്കുകയാണ് രണ്ടുപേരും. ഒരാൾ അടങ്ങടി എന്നുള്ളതും ഒരുത്തി എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല എന്നുള്ള വാശിയുമായിട്ട് അവർ രണ്ടുപേരും പോര് നടത്തിക്കൊണ്ടേയിരുന്നു. ഗോവിന്ദൻകുട്ടി നന്നായിട്ട് കിതച്ചു, വേർത്തു. അവിടെ ഉണ്ടായ പോറലുകളിൽ നിന്നും ചോര പൊടിഞ്ഞു. വിജയശ്രീയുടെ നഖം കൊണ്ട് ഈ പിടിയും വലിയും നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് നല്ല മാംസളമായ വെളുത്ത ശരീരമില്ലേ, അവിടെയൊക്കെ മുറിഞ്ഞ് ചോര പൊടിയാൻ തുടങ്ങി. വിജയശ്രീയുടെ ശ്വാസോച്ഛ്വാസം വേഗതയിലായി. വിളറി. വീഴ്ചകൾ വേദനയുണ്ടാക്കി. വരിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നപ്പോൾ വിമ്മിഷ്ടപ്പെട്ടു. സംവിധായകൻ കട്ട് പറയുന്നേയില്ല. 400 അടി ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ 3 ക്യാമറയിലും. സംവിധായകൻ ബലാത്സംഗം കണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ അല്ലാതെ അദ്ദേഹം കട്ട് പറയുന്നില്ല. വിജയശ്രീ അലറി, നിർത്ത്. ഞാനകന്നു. അവർ നിർത്ത് എന്ന് അലറിയപ്പോൾ ഗോവിന്ദൻകുട്ടി പണി നിർത്തി. കട്ട് എന്ന് ആജ്ഞ ഉയർന്നു. അവർ നിർത്ത് എന്ന് പറയുകയും ഗോവിന്ദൻകുട്ടി കുതിറി മാറുകയും ചെയ്തപ്പോഴാണ് സംവിധായകൻ കട്ട് പറഞ്ഞത്. വിജയശ്രീ ആ മുറിയിലെ കട്ടിലിൽ മലർന്നു കിടന്നു. വാതിൽ തുറന്നപ്പോൾ അമ്മ ഫ്ലോറിലേക്ക് കടന്നു വന്നു. അണച്ച് വിവശയായി കട്ടിൽ കിടന്നിരുന്ന മകൾക്ക് പൊങ്ങച്ച കൂടയിൽ നിന്ന് ഫ്ലാസ്ക് എടുത്ത് സാത്തുക്കുടി നീര് പകർന്നു കൊടുത്തു. സാത്തുക്കുടി ഉണ്ടല്ലോ, ഓറഞ്ച് പോലുള്ള ഒരു വൈറ്റമിൻ സി എന്തോ ഒരുപാടുള്ളതാണ്. അത് ഫ്ലാസ്കിന് ഈ സിനിമ നടിമാരെ എല്ലാ ആയമാർ കൊണ്ടു നടക്കുന്ന ഒരു പൊങ്ങച്ച ബാഗുണ്ട്, ഒരു പെട്ടിയുണ്ട് ചതുരത്തിൽ. അതിലാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് വരുന്നത്. ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ച് കൊടുത്തു. ഒരു ഗ്ലാസ് ഞാനും പറ്റി എന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. മകൾക്ക് കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്കും താ എന്ന് പറഞ്ഞ് വാങ്ങിച്ച് ഗോവിന്ദൻകുട്ടിയും കുടിച്ചു. കൊത്തുകോഴികളെ തടവി ഒഴിഞ്ഞ് നെല്ല് കൊത്തിച്ച് വെള്ളം കൊടുത്ത് ഗോതയിൽ വിടും പോലെയായി. വീണ്ടും പിടിയും വലിയും തുടങ്ങി. 10 മിനിറ്റിന് ശേഷം വീണ്ടും വിശ്രമം. കുഞ്ചാക്കോ ഗോവിന്ദൻകുട്ടിയെ അരികിൽ വിളിച്ചിട്ട് സ്വകാര്യമായി പറഞ്ഞു, അവൾ നീ വിചാരിക്കും പോലെ വഴങ്ങിത്തരില്ല. ഒന്നാ മനസ്സിലാക്കിക്കോ, നീ വിചാരിക്കും പോലെ അവൾ വഴങ്ങിത്തരില്ല. ആ ബ്ലൗസും ബോഡീസും പാവാടയും കീറിയെറിയും മുമ്പ് അടക്കി കിടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തെറിച്ച് വീഴുക വില്ലനായിരിക്കുമെന്ന് ഒരു വാണിംഗ് കൊടുത്തു. കാരണം അവളെ നിന്നെ എടുത്ത് തൂക്കിയെടുത്തെറിയും. അതിനു മുമ്പ് നീ അവളുടെ ജാക്കറ്റും അവളുടെ പാവാടയൊക്കെ വലിച്ചു കീറുന്നതിന് മുമ്പ് അവളെ അടക്കി ആ കട്ടിൽ തന്നെ മെരുക്കിയിട്ടില്ല എങ്കിൽ അവൾ നിന്നെ ചവിട്ടിക്കൂട്ടും എടുത്ത് പുറത്തെറിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയ്ക്ക് കരുത്തുണ്ട് അവൾക്ക്. ഗോവിന്ദൻകുട്ടിയെ വാശി പിടിപ്പിക്കുകയായിരുന്നു സംവിധായകൻ. ബുദ്ധിമാനായതുകൊണ്ട് ഗോവിന്ദൻകുട്ടിക്ക് അത് മനസ്സിലായി. ഗോവിന്ദൻകുട്ടിയുടെ മനസ്സിലെ ദുഷ്ടത ഉണർത്തി വിടുകയായിരുന്നു സംവിധായകൻ്റെ ലക്ഷ്യം. ഇതുപോലെ വിജയശ്രീയോടും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കാമെന്നാണ് ഗോവിന്ദൻകുട്ടി പറയുന്നത്. അടുത്ത് നിന്നപ്പോൾ ഗോവിന്ദൻകുട്ടി രഹസ്യമായി വിജയശ്രീയോട് ചോദിച്ചു, നിർദ്ദേശങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു. തത്ത പറയും പോലെ വിജയശ്രീ എല്ലാം പറഞ്ഞു. സാറിന് ഒരു എല്ല് കൂടുതലാണെന്നും ഞാനൊരു പാവമാണെന്നുള്ള നോട്ടമില്ലെന്നും അതുകൊണ്ട് പല്ലും നഖവും ഉപയോഗിച്ച് രക്ഷപ്പെടുകയോ എതിർക്കുകയോ ആവാമെന്നുമൊക്കെ ചാക്കോച്ചൻ സാറ് എന്നോട് പറഞ്ഞു. മനസ്സിലായില്ലേ? രണ്ടുപേരോട് രണ്ട് രീതിയിൽ പറഞ്ഞു. അവൾ നല്ല കരുത്തുള്ള പെണ്ണാണ്, നീ അടക്കിയിട്ടില്ല എങ്കിൽ, പിടിച്ചിട്ടില്ല എങ്കിൽ അവൾ നിന്നെ ചവിട്ടിക്കൂട്ടി എറിയുമെന്ന് ഗോവിന്ദൻകുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം ഗോവിന്ദൻകുട്ടി അടക്കി പിടിക്കുമല്ലോ, പൂണ്ടടങ്ങ് കയറി പിടിക്കില്ലേ. അടുത്ത് അവളോട് പറയാണ്, ആ ഗോവിന്ദൻകുട്ടിക്ക് ഒരു എല്ല് കൂടുതലാണ്, നീ ഒരു പാവമാണെന്നുള്ള ബോധമൊന്നും അയാൾക്കില്ല, അതുകൊണ്ട് പല്ലും നഖം ഉപയോഗിച്ച് രക്ഷപ്പെടുകയോ എതിർക്കുകയോ നിനക്ക് ചെയ്യാം എന്നാണ് വിജയശ്രീക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ. ഉച്ചയ്ക്ക് ബ്രേക്ക് പറയും വരെ ഗംഭീരമായി ബലാത്സംഗം നടത്തി. 3 മണിക്ക് ആഹാരമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് 3 മണിക്ക് വീണ്ടും ബലാത്സംഗം ആരംഭിച്ചു. ഞങ്ങൾ
ഉരുണ്ട് പിരണ്ടു. ചുമലിൽ ചെന്നടിച്ചു. നെഞ്ചിലമർന്നു. അംഗവസ്ത്രങ്ങൾ കീറി. കട്ടിലിൽ തെറിച്ചു വീഴുന്നു. അടിമപ്പെടുത്താനുള്ള അത്യുഗ്രമായ ആഗ്രഹം. അകന്നുമാറി അഭയം കണ്ടെത്താനുള്ള ആത്മാവിൻ്റെ തേക്കം. 5 മണിയായി. അന്നത്തെ പോര് അവസാനിച്ചു. ബലാത്സംഗ സീനിനെക്കുറിച്ച് ഗോവിന്ദൻകുട്ടി പറയാണ്, അന്നത്തെ പോര് അവസാനിച്ചു. ഭരണി പോലുള്ള പൂപ്പാത്രം വിജയശ്രീ ഗോവിന്ദൻകുട്ടിയുടെ തലയിൽ അടിച്ചാലേ സീൻ തീരും. ഈ ബലാത്സംഗ സീനിൻ്റെ അവസാനം എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതിനിടയിൽ കിട്ടുന്ന ഒരു ഭരണിപ്പാത്രം, പൂപ്പാത്രം എടുത്ത് ഗോവിന്ദൻകുട്ടിയുടെ തലയിൽ അടിക്കുന്നതാണ് ആ സീൻ്റെ എൻഡ്. പക്ഷേ പൂപ്പാത്രം അടി മാത്രം നടന്നില്ല. ഭരണിയും ഇല്ല, പൂപ്പാത്രവും ഇല്ല, ബലാത്സംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് ഗോവിന്ദൻകുട്ടിക്ക് ഇഴിക്കാൻ പറ്റാത്തത്ര ദേഹമാസകലം വേദന, നല്ല ക്ഷീണം. വിജയശ്രീയും അതേ പാകത്തിലായിരുന്നു. നീര് വന്ന് ചിലയിടം വീർത്ത് തടിച്ചിരിക്കുന്നു. അവർക്കും വല്ലാത്ത തളർച്ച. അഭിനയിക്കാൻ പോയ ഒരു നടിയുടെ ഗതികേടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ നിബന്ധനകളോടെ 10 മണിക്ക് ബലാത്സംഗം 2ാം ദിവസം ആരംഭിച്ചു. രണ്ടാൾക്കും അനങ്ങാൻ വയ്യ. നിങ്ങളെ കുത്തുവയ്പ്പ് തന്ന് ഉഷാറാക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മുടെ കുഞ്ചാക്കോ തമാശ പറഞ്ഞു. വിജയശ്രീയെ വിളിച്ച് മാറ്റി നിർത്തി സ്റ്റീൽ ഗ്ലാസ്സിൽ എന്തോ വരുത്തി കൊടുത്തു. എന്താണെന്ന് ഗോവിന്ദൻകുട്ടിക്ക് അറിയില്ല. മറ്റൊരു ഗ്ലാസ് ഗോവിന്ദൻകുട്ടിക്കും കൊടുത്തു. ഇത് കുടിച്ചോ, നിനക്കൊന്നും ഏശില്ല എന്നറിയാം, എന്നാലും കുടിച്ചോ, ഒരു ഗ്ലാസ് കൊടുത്തു. പക്ഷേ ഗോവിന്ദൻകുട്ടി ആ ഗ്ലാസ് വാങ്ങി മാറ്റി വെച്ചു. കാരണം ഇതൊരു ചതിയാണോ എന്ന് പുള്ളിക്കൊരു സംശയം. കുടിച്ച് അതിൻ്റെ ഹരത്തിൽ കളി കാര്യമായാലോ എന്ന് അദ്ദേഹത്തിന് പേടി. അന്നത്തെ കാലത്താണെങ്കിൽ കേസൊന്നുമില്ല. ഇപ്പോഴൊക്കെയാണെങ്കിൽ പോക്സൊക്കെ എപ്പോൾ അകത്തായി എന്ന് ചോദിച്ചാൽ മതി. ഉച്ചയോടുകൂടി ഗോവിന്ദൻകുട്ടി നായികയുടെ ബ്രാ പൊട്ടിച്ചു. അടിപ്പാവട ഊരി വലിച്ചെറിഞ്ഞു. മലർത്തി അമർത്തി ഭരണി പോലുള്ള പൂപ്പാത്രം ഗോവിന്ദൻകുട്ടിയുടെ തലയിലേക്ക് ആഞ്ഞു പതിച്ചു. കട്ട്. വിജയശ്രീയും ഗോവിന്ദൻകുട്ടിയും ആ കട്ടിലിൽ തന്നെ കിടന്നു. എണീക്കാൻ വയ്യ. അതുകൊണ്ട് ബലാത്സംഗം ചെയ്ത കട്ടിലിൽ തന്നെ കട്ട് പറഞ്ഞ ശേഷവും രണ്ടുപേരും കിടന്നു. പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലെ ബലാത്സംഗ രംഗം കണ്ടവരൊക്കെ അമ്പരന്നു. പ്രിവ്യൂ തിയേറ്ററിൽ റഷസ് കണ്ടവർ അന്തം വിട്ടു. മറ്റുള്ളവർ അഭിനന്ദിച്ചപ്പോൾ വിജയശ്രീക്കും ഗോവിന്ദൻകുട്ടിക്കും മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. നാണക്കേടല്ലേ അത് കണ്ടപ്പോൾ, സ്ക്രീനിൽ വലുതായിട്ട് കണ്ടപ്പോൾ രണ്ടുപേർക്ക് മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. 350 അടിയിൽ പരം സെൻസർ ബോർഡ് കട്ട് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷമുള്ള ഭാഗമാണ് തിയേറ്ററിൽ കണ്ട ബലാത്സംഗമെങ്കിൽ കട്ട് ചെയ്ത് ഇട്ടിരുന്ന ആ പോർഷൻ കൂടെ ചേർത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഒരു പാൽപ്പായസം മോഡലായതിന്. ഇപ്പോൾ പാൽപ്പായസമാണല്ലോ കേരളത്തിൽ ഏറ്റവും വലിയ ഹിറ്റ്. ഞാൻ ഇത്രയും വിശദമായി ഗോവിന്ദൻകുട്ടിയുടെ പുസ്തകത്തിൽ നിന്ന് പറയുന്നത് കള്ളമല്ല എന്ന് തെളിയിക്കാനാണ്. കാരണം തെളിവ് വേണമല്ലോ. ഗോവിന്ദൻകുട്ടിയുടെ ആ പുസ്തകം അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി വായിക്കൂ. പക്ഷേ എന്താ പറയുക, നമ്മൾ എത്ര സത്യസന്ധതയോടെ കാര്യങ്ങൾ പഠിച്ച് ചെയ്താലും ഈ പറഞ്ഞ പുളുവമാമനെ പോലെ അല്ലെങ്കിൽ ആ ചേട്ടനെ പോലുള്ളവർ പറയുന്ന പുളു കേൾക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് രസം. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോയി ഇൻ്റർവ്യൂ ചെയ്ത് ദിനേശനെ 10 തെറി പറയുന്നത് ഷൂട്ട് ചെയ്യാൻ ഇവിടെ ചാനലുകളുണ്ട് എന്നുള്ളതും എന്നെ വേദനിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേദനിപ്പിക്കുന്നു. കാരണം നമ്മൾ നന്നായിട്ട് സിനിമയുടെ ചരിത്രം പറയുന്ന സ്റ്റോറികൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, അത് ആ സ്റ്റോറി അങ്ങനെയല്ല. അയാൾ പുളു അടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇത്രയും ശ്രമം നടത്തിയിട്ടും ഒരു ഫലമില്ലല്ലോ. പക്ഷെ നമ്മൾ കയ്യിൽ റെക്കോർഡുകളില്ലാതെ പറയില്ല. ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഈ 2 എപ്പിസോഡ്, ഞായറാഴ്ചത്തതും ഈ എപ്പിസോഡും കണ്ട ശേഷം നമ്മുടെ ഈ പുളുവൻ ചേട്ടന് ഇതിനും മറുപടി പറയാനുണ്ട്. വിജയശ്രീ ആര്, സൂം കണ്ടുപിടിച്ചോളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാനതിന് മറുപടി പറയില്ല. ഈ വിഷയം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് കരുതി പുളുവൻ ചേട്ടന് എത്ര എപ്പിസോഡ് വേണമെങ്കിലും എന്നെക്കുറിച്ച് തെറി പറയാനായിട്ട് ചെയ്തോട്ടെ. ഞാൻ അദ്ദേഹത്തെ ഇനി എന്താ പറയുക, മറുപടി പറയാൻ ഞാനില്ല അദ്ദേഹത്തിന്. കാണുന്നവർ തീരുമാനിക്കട്ടെ, ദിനേശ് പറഞ്ഞതാണോ സത്യം, ഈ പുളുവൻ ചേട്ടൻ നസീർ സാറായി നടക്കുന്ന ഈ പുളുവൻ ചേട്ടനാണോ പറഞ്ഞതാണ് സത്യമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. അല്ലാതെ ഏതെങ്കിലും ചാനലുകാരൻ പോയി അയാളുടെ 4 തെറിയെടുത്ത് എന്നെ വിളിക്കുന്ന 4 തെറിയും പുളുവൻ അല്ല എന്തൊക്കെ വാക്കുകൾ എന്നെ പറ്റി പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞാലൊന്നും ഞാൻ ഇനി മറുപടി പറയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 19ാമത്തെ വയസ്സിൽ ഗോവിന്ദൻകുട്ടിയെ പോലെ ഒരാളിൻ്റെ കരവലയത്തിൽ കിടന്ന് എന്താ പറയുക ക്രൂരമായ ബലാത്സംഗ സീനിൽ അഭിനയിച്ച 21ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ ആലോചിച്ചു. 21 വയസ്സെന്ന് പറഞ്ഞാൽ എന്തായി ജീവിതത്തിൽ. ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന ആ പ്രിയപ്പെട്ട കലാകാരിക്ക്
ഒരിക്കൽ കൂടി ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഗോവിന്ദൻകുട്ടിയുടെ പുസ്തകത്തിൻ്റെ കാര്യമൊക്കെ അവരുടെ ചേച്ചിയുടെ മകൾ മീനുവിനോട് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് മരിച്ചല്ലോ, നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. ഞാൻ മീനുവിനോട് പറഞ്ഞു, മീനു നിൻ്റെ കുഞ്ഞമ്മയുടെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ പടത്തിലെ ബലാത്സംഗത്തെക്കുറിച്ച് വളരെ വിശദമായി ഗോവിന്ദൻകുട്ടി സാർ എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മീനു വായിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, എനിക്കതൊന്നും കേൾക്കണ്ട, അതൊന്നും വായിക്കണ്ട, ഞാൻ ആ കുഞ്ഞമ്മയുടെ ആ ബലാത്സംഗ സിനിമ കണ്ടിട്ടുണ്ടോ, അയ്യോ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ പേടിയായിപ്പോയി എന്നൊക്കെയാണ് മീനു എന്നോട് പറഞ്ഞത്. എന്തായാലും ആ അനശ്വര കലാകാരിക്ക് ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നെ വിളിക്കുന്നതിൽ ഒരു നല്ല വിഭാഗം എൻ്റെ ചോദിക്കാറുണ്ട്, സാറേ ആ വിജയശ്രീയെക്കുറിച്ച് ഒരു സ്റ്റോറി കൂടെ ചെയ്യില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോഴും വർഷം 40 കഴിഞ്ഞിട്ടും അവരെ ആരാധനയോടെ കാണുന്നവർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാലം മലയാള സിനിമയിൽ ഉണ്ടാവേണ്ട നടിയായിരുന്നു. പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളം ഒഴുകി പോയിട്ട് ഡാം കെട്ടിയിട്ട് കാര്യം എന്താ. ആ അനശ്വര കലാകാരി വിജയശ്രീക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് ഈ 2 എപ്പിസോഡ് ചെയ്ത ആ വാഴമുട്ടം കോവളത്തുകാരൻ ചേട്ടന് ഇനിയെങ്കിലും എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.